എൻ രാമചന്ദ്രന്റെ വിയോഗത്തിൽ നാടും വീടും വിറങ്ങലിച്ച അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. അവധിക്കാലം ആഘോഷിക്കാൻ പേരക്കുട്ടികളുമൊത്തുള്ള യാത്രയിലാണ് ഭീകരർ രാമചന്ദ്രനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊന്നത്. 3 ദിവസം മുൻപ് സന്തോഷത്തിന്റെ മുറ്റമായിരുന്ന ഇടപ്പള്ളിയിലെ നിരഞ്ജനം ഇന്ന് രാജ്യം നടുങ്ങിയ ഭീകരാക്രമണത്തിന്റെ ഇരുട്ടിലാണ്. അവധിക്കാലത്ത് മക്കളുടെയും പേരക്കുട്ടികളുടെയും ആനന്ദത്തിൽ പങ്കുചേർന്നാണ് ഏറെ പ്രതീക്ഷകളോടെ 65-ാം വയസ്സിൽ മങ്ങാട്ട് രാമചന്ദ്രനും കുടുംബവും യാത്ര തിരിച്ചത്. ഹൈദരാബാദ് വഴി ശ്രീനഗറിലെത്തിയ കുടുംബം അവിടെ നിന്ന് പഹൽഗാമിലേക്ക് എത്തുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ രാമചന്ദ്രന്റെ ഭാര്യ ഷീല വാഹനത്തിൽ തന്നെ തുടർന്നു. പേരക്കുട്ടികളുമൊത്ത് രാമചന്ദ്രൻ കുതിരപ്പുറത്ത് ബൈസറൻ താഴ്വരയിലേക്ക് പോയതിന് പിന്നാലെയായിരുന്നു രാജ്യത്തെ നടുക്കിയ ആക്രമണം. കൺമുന്നിൽ അച്ഛൻ വെടിയേൽക്കുന്നത് കണ്ട് നിലതെറ്റിയ താൻ തിരികെ ബോധത്തിലേക്ക് എത്തിയത് മക്കളുടെ വിളിയിലെന്ന് രാമചന്ദ്രന്റെ മകൾ ആരതി. അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡാണ് ചോദിച്ചത്. എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ലായിരിക്കും. ഖലീമ, കൽമ, കലീമ അങ്ങനെ അത് 2 പ്രാവശ്യമേ ചോദിച്ചുള്ളൂ. അപ്പോൾ നമുക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ അച്ഛനെ ഷൂട്ട് ചെയ്തു എൻ്റെ മുമ്പിൽ വെച്ച്. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അച്ഛനെ ഹഗ് ചെയ്യുള്ളൂ. അപ്പോൾ ഹഗ് ചെയ്തു. അപ്പോൾ എൻ്റെ തലയിൽ അത് ഇങ്ങനെ പോക്ക് ചെയ്ത പോലെ വച്ചിട്ട് പിള്ളേർ സ്ക്രീമിങ് ആൻഡ് ക്രൈയിങ് ആയിരുന്നു. അപ്പോൾ അയാൾ അത് എൻ്റെ തലേന്ന് എടുത്തിട്ട് ഹി വോക്ക്ഡ് ഓഫ്. പിന്നെ ഞാൻ അവിടെ വേറെ എൻ്റെ അച്ഛൻ ഇമ്മീഡിയറ്റ്ലി ഡെത്താണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അച്ഛൻ്റെ ബ്ലീഡിങ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകാൻ അങ്ങനെയൊന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. BJP പ്രവർത്തകനായ രാമചന്ദ്രൻ 1992-ൽ എറണാകുളം ജില്ലാ കൗൺസിലിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. പിന്നീട് ഏറെക്കാലം പ്രവാസി ജീവിതം നയിച്ചു. 5 വർഷം മുൻപാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. സീ മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.